ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് പ്രകൃതി രമണീയമെന്നങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ പ്രകൃതി രമണീയൊന്നും കാണിച്ചിട്ട്. ഇന്നിപ്പോൾ കുറച്ച് വെയിലും തക്കവും പിന്നെ കുറച്ച് നേരവും കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. എന്തായാലും രമണീനെ കാണുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഇടയിലൊക്കെ എല്ലാ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഈ സാധനത്തിന് നിങ്ങളവിടേക്ക് എന്താ പേര് അറിയാം? നമ്മളവിടെ തുഗ്ഗക്കുടിച്ചി എന്ന് പറയും. ഇതിൻ്റെ ഇലങ്ങാനും കയ്യുമ്പോൾ വരുത്തിയുണ്ടല്ലോ, പിന്നെ കുറച്ച് നേരത്തിനുള്ള ചൊറിയാനുള്ള വകയായിട്ടോ. അപ്പം ഞാൻ അതിനുള്ള കളകളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് ഒക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് നമുക്ക് അടുക്കളയിൽ തന്നെ കയറണം കേട്ടോ. ബാക്കി കുറേ പണികൾ അവിടെ പെൻഡിങ് ആണ്. പിന്നെ എന്നോട് പറയലുണ്ട് സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിക്കണല്ലോ, 80 ഉറുപ്പ്യക്കൊക്കെയാണ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതാ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിതാ ഈ ഒരു രണ്ട് ഇത് മാത്രം ഇങ്ങനെ കുഴിച്ചിട്ടതേനി കേട്ടോ. അപ്പോൾ അതാ ഇവിടെ പൊട്ടി മുളക്കുന്നുണ്ട്. ഇതിനൊന്ന് ഞാൻ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ടേനു. പിന്നൊന്ന് ചെടിച്ചട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വളർന്നു വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ കുടിരിക്കലിൻ്റെ ആ ഒരു സമയത്ത് ഒരു 2 മാസം ആവണുണ്ടാവുള്ളൂ. അപ്പോഴേക്കും പിന്നെയും കുറേ പൊട്ടി മുളച്ചത് ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ ഈ ഒരുമിച്ച് നിൽക്കുന്നത്, അതൊക്കെ ഇപ്പോൾ പുതിയതുണ്ടായി വന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ നിന്നൊന്ന് ഞാൻ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വളർന്ന് വലിയതായി വരുന്നുണ്ട്. അപ്പോൾ സ്നേക്ക് പ്ലാന്റൊക്കെ 20 ഉറുപ്പ്യ കൊടുത്തൊന്നും 80 ഉറുപ്പ്യ കൊടുത്തൊന്നും വാങ്ങണ്ട. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നോളി, ഞാൻ തരാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ അതിന് ഇങ്ങനെ മാറ്റി കുഴിച്ചിട്ടതാണ് കേട്ടോ. ചെടികൾക്ക് പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ കൊടുക്കലൊന്നുമില്ല. വെള്ളവും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് താനേ വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ നനഞ്ഞോളും. സ്നേക്ക് പ്ലാന്റിൻ്റെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഇത് വേറെ സ്നേക്ക് പ്ലാന്റിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മഞ്ഞ വിരലിൽ ഇതിൻ്റെ തന്നെ ചെറുത്ത് ഉണ്ട രീതിയിൽ വരുന്നത്, അത് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അത് എവിടുന്നേലൊക്കെ കിട്ടുമ്പോൾ വേണം അതൊന്ന് വാങ്ങി നട്ട് പിടിപ്പിച്ച് നോക്കാൻ. ഈ കണ്ട ചെടികളൊന്നും ഞാൻ എവിടുന്ന് നഴ്സറികളിൽ നിന്നൊന്നും വാങ്ങിയതൊന്നുമല്ല കേട്ടോ. എവിടുന്നേലൊക്കെ കാണുമ്പോൾ അതിന്മേൽ ഒരു പൊട്ടേരോ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞിട്ട് വാങ്ങി അങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ രമണീനെയൊക്കെ ഒന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ ബാക്കി പണികൾക്ക് തന്നെ പോകാം കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് അതൊക്കെ ഒന്നൊന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം നമുക്ക് വല്ല കിച്ചണിക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ഇടട്ടെ കേട്ടോ. അപ്പോൾ രാജാവ് വിരിക്കാനൊക്കെ കൂടി തന്ന സിംഹാസനത്തിൽ കാല് നെറുക്കും വെച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മാറ്റിയിട്ട് ബാക്കി ബെഡ്ഷീറ്റും കൂടി ഒന്ന് വിരിച്ച് ബാക്കി സ്ഥലം കൂടി ഒന്ന് വിരിച്ച് ഞാൻ റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനി കേട്ടോ. കുട്ടികൾക്ക് കിഴങ്ങ് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ച് കണ്ട് ഇവിടെ തൊള്ള കാട്ടി നിൽക്കാൻ പോയതാണ്. അതാണ് ആ ചട്ടി അക്കൊലത്തിൽ കാഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ആ കിഴങ്ങൊക്കെ ഒന്ന് ഇട്ടെടുത്ത് കണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് ഇതാ ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ കൂടി തരും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ചില സമയത്ത് ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ഞാൻ എടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഓരോ സമയത്ത് ഓരോ പോലെയാണ് കേട്ടോ. ഓൻ്റെ മൂഡിനനുസരിച്ചിരിക്കും എൻ്റെ പണികളുടെയൊക്കെ സമയം. യാതൊരുവിധ ടൈം മാനേജ്മെൻറ്റും ഇല്ല കേട്ടോ എൻ്റെ പണിക്കൊന്നും. എൻ്റെ ടൈം മാനേജ് ചെയ്യണത് ഓനാണ്. ഓൻ്റെ ടൈമിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ കുറച്ച് നേരമായിട്ട് ഈ വണ്ടിമ്മലാണ് കേട്ടോ. വണ്ടീൻ്റെ മുകളിൽ ഒരു ചാർജറിൻ്റെ കട്ടയും വെച്ചിട്ട് അത് ഉന്തി കൊണ്ട് എടുക്കുകയാണ് കേട്ടോ. കുഴങ്ങി ആളിവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ പൊരിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഞൊൽക്കൊന്ന് പാത്രത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടെ കേട്ടോ മക്കൾക്ക്. അപ്പോൾ സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഓൽക്കൊരു ചാറ് കറിയും പിന്നെ ഉപ്പേരിയൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ഇടയ്ക്കൊന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഓൽക്കൊരു ഒരു ഇടങ്ങേറാണ്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുക്കണതാണ് കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്കവാറും ദിവസം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടാൻ കൊടുത്തേക്കില്ല കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിൽ കിട്ടത് നമ്മുടെ അസിസ്റ്റൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം അതിമങ്ങനെ മുട്ടി തിരിഞ്ഞിട്ട് അങ്ങനെ സമയം പോയിക്കോളൂ കേട്ടോ. ഓരോ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ കളിക്കാൻ വേണം. എന്നാൽ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പന്തൊക്കെ തട്ടുക, അപ്പോൾ അതിന് കൂടെ തട്ടി കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ഇപ്പം ഞാൻ പന്ത് തട്ടാൻ നിന്നാലും ഇപ്പം എൻ്റെ ഈ പണികളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലൊക്കെയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പോകല് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടെ വണ്ടിയൊക്കെ നന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കിഴങ്ങ് വഴിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. ഇന്ന് നല്ലൊരു വെയിലും തക്കൊക്കെ ഉണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ. കുറച്ചധികം തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. ഇന്നലെ നിക്കാഹിനൊക്കെ പോയതല്ലേ. അപ്പോൾ എല്ലായിടത്തും പുതിയ ഡ്രസ്സും ഒക്കെ ഒന്ന് അലക്കിയിടാനൊക്കെ ഉണ്ടായിനി. അപ്പോൾ ഞാൻ വെയിലും ഒക്കെ ഒന്ന് കണ്ടപ്പോൾ വേഗം അലക്കൽ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. മക്കൾ മദ്രസ ഇട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ അലക്കിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി. അകത്തേക്ക് കയറാൻ വിളിച്ചിട്ട് ആണ് തിരിച്ചതേപോലെ റിട്ടേൺ അങ്ങോട്ട് തന്നെ പോണത് കേട്ടോ. കാരണം ഓനറിയാം അകത്ത് കയറിയാൽ വണ്ട് വാതിലും അടച്ചു കണ്ട് പിന്നെ എന്നെ പുറത്തേക്ക് ഇറങ്ങാൻ അയക്കൂല എന്നുള്ളത്. അപ്പോൾ അതിലേറെ നല്ലത് പുറത്തു കൂടെ ഇങ്ങനെ കുറച്ച് സമയം പാറി പറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓൻ ഈ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ബസ് പോയിക്കോട്ടെ അവിടെ നിർത്തും. അങ്ങനെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് അജുവിൻ്റെയും നിയമോളിയൊപ്പം ഓൻ പോന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് പോരലും നിർബന്ധമാണല്ലോ. അങ്ങനെ ഞാൻ വന്ന് മക്കളെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് പിന്നീടാണ് നമ്മൾക്ക് ബാക്കി പണികളൊക്കെ തുടങ്ങണം കേട്ടോ. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു മീൻ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയിട്ട് അതിന് കുറച്ച് കറി വെക്കണം, ഒരു ഇത്തിരി ഫ്രൈ ചെയ്യണം, ഷടപടെ പണികൾ തീർക്കണം, ബാക്കി കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം എന്നേനി ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ മീൻ വാങ്ങാൻ ചെന്നപ്പോൾ എൻ്റെ അവസ്ഥകളൊക്കെ മാറി മറിഞ്ഞു കേട്ടോ. കാരണം മത്തി കിട്ടിയില്ല. അതിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബത്തൽ മീനും ഉണ്ടായിനി, ചെമ്മീനും ഉണ്ടായിനി കേട്ടോ. അതിപ്പോൾ ചെമ്മീൻ വാങ്ങി കുടുങ്ങിയെന്ന് പറഞ്ഞ പോലെയായി. നന്നാക്കി എടുക്കാൻ ഈ വക മീനൊന്നും എപ്പോഴും വാങ്ങാത്തതാണ് കേട്ടോ. കാരണം നമ്മളിതിലെങ്ങനെ ഈ മീനുകളൊന്നും വരില്ല. ചെമ്മീൻ, കൂന്തൽ അങ്ങനെയൊന്നുള്ള മീനുകളൊന്നും വരില്ല. ചെറിയ മീനുകളാണ് അധികം വരിക. ഇതിന് വിലയുണ്ട്, മറ്റേ മീനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വിലയുണ്ട്. പക്ഷേ എപ്പോഴും വാങ്ങണതല്ലല്ലോ, അത് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങണതാണേ. അപ്പം ഞാൻ ഒരു 2 മണിക്കൂർ ആ ചെമ്മീനും അങ്ങോട്ട് പോയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കുട്ടി ഇവിടെ ഇരുന്നിട്ട് ഇതാ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പാവക്കുട്ടീനെ രാവിലെ ഇളച്ചൻ്റെ അവിടേക്കാണ് ബസ് കയറ്റാൻ പോവുക. അപ്പോൾ അവിടുത്തെ മോളെ പാവക്കുട്ടി അടിച്ച് മാറ്റി പോന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതിനെയും കൊണ്ട് ബസ്സിൽ കുത്തിർക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ കളിച്ചിട്ട് കണ്ടിട്ട് അതേപോലെയൊക്കെ അനുകരിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇമ്മയും കുട്ടിയും ബസ്സിൽ പോകുകയാണ് കേട്ടോ. അപ്പോൾ 2 വശത്തും വാതിലടച്ചിട്ട് കണ്ടാണ് ഞാൻ അകത്തുനിന്നാണ് കേട്ടോ ക്ലീൻ ചെയ്യണതും. കാരണം എന്താ വെച്ചാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഓന് പിന്നെ പുറത്തു കൂടെ ഇറങ്ങി ഓടും. അപ്പം എൻ്റെ പണികൾ വിചാരിച്ച മാതിരി നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മീൻ അകത്തുനിന്നാണ് കേട്ടോ നന്നാക്കിയത്. അകത്തുനിന്ന് നന്നാക്കണ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഗതിയിട്ടാൽ പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇപ്പം എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ ആവില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ സാഹചര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക. ഏതായാലും ഞാനൊരു 10:30 കഴിയുമ്പോൾ നിന്നിട്ട് 12:30 വരെ അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടേനി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വേഗം ചോറൊക്കെ അടുപ്പത്തിട്ടത്. പിന്നെ നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, ഞാനൊന്ന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് മസാല തിരുമ്പിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ. ജനുമോനിക്ക് ഞാൻ അതിൻ്റെ അടുക്ക് എന്ത് ചെയ്തുന്നോ, നേഴ്സറിയിൽ നിന്ന് കിട്ടുന്ന പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് കുറുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് മറ്റേ പോലെ അങ്ങനത്തെ കഴിക്കലില്ലേനി കേട്ടോ. പക്ഷെ ഇന്ന് ഞാനത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എൻ്റെ കഴിച്ചു. ഓനിക്ക് മനസ്സിലായിക്കണേ എന്തോ ഒരു പണിമ ചുറ്റിത്തിരിഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോഴൊന്നും ഫുഡ് കഴിക്കാൻ കിട്ടലുണ്ടാവില്ല. അപ്പോൾ കിട്ടണത് വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓനതൊക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം വൈകിട്ട് ചോറ് ചെയ്യുമ്പോട്ടാലും എനിക്ക് പിന്നെ കുഴപ്പമുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു തല ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ ആയിരിക്കില്ല ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തും വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്.
എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഞാനിപ്പോൾ കുറേ മുമ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി എടുത്തിട്ടാണ് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഉള്ളി ഒന്ന് വാട്ടിയെടുത്തിട്ട്, ചെറുള്ളി ആണെങ്കിൽ നല്ലത്, പക്ഷേ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ട് അതൊന്ന് ഞാൻ ഇതുണ്ടല്ലോ മീൻ ഫ്രൈ ചെയ്ത ആ പാനിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ വഴറ്റിയെടുത്തത്. പിന്നെ എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടിട്ട്, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്ന് പൊടികൾ മൂത്ത് വന്നപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെയാണ് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് വരട്ടിയെടുത്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്നോട് എപ്പോഴും ചോദിക്കും ഈ പാനിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇതിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ ഈ മീൻ നന്നാക്കിയ സമയത്തുണ്ടല്ലോ ഉടനീളം എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരിതാണ്, ഇത് വാങ്ങണ്ടില്ലേ ഇനി മറ്റേ ബത്തൽ മീൻ വാങ്ങിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ബത്തൽ എന്ന് പറയുന്നത് നെത്തോലി. പക്ഷേ ഈ മീനുണ്ടല്ലോ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിച്ച് എപ്പോഴും വാങ്ങണ ഇതൊന്ന് വ്യത്യസ്തമായിട്ട് വാങ്ങുമ്പോൾ ഒരിത്തിരി കഷ്ടപ്പെട്ടാലും അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്ത് മക്കളും കുഞ്ഞുട്ടിയൊക്കെ വരുമ്പോൾ ഓൽക്കും തന്നെ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ. നമ്മളിതുവരെ എപ്പോഴും ഉണ്ടാക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഓൽക്ക് ഹാപ്പി ആകുമല്ലോ. അപ്പോൾ പിന്നെ ആ സമയത്ത് വൈകുന്നേരത്ത് ഓല് വന്നപ്പോൾ നല്ല ഇഷ്ടമായിട്ട് കഴിച്ചിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ ഞാൻ ആ 2 മണിക്കൂറിൻ്റെത് പോയാലും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഉച്ചക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല, കാരണം ചെമ്മീനാണ് കൊണ്ടുപോയല്ലോ 2 മണിക്കൂർ. അപ്പോൾ പിന്നെ ഞാൻ ഈ റോസ്റ്റും ചോറും കൂട്ടിയിട്ടാണ് ഞാനും സനിമോനും കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരത്തിനാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മക്കൾക്കും തന്നെ മുള്ളിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടേ കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ടുണ്ടേനി. അങ്ങനെ നമ്മുടെ പാത്രങ്ങൾ ഇനി ഒരു വണ്ടിക്ക് കഴുകാണ്ട് കേട്ടോ. ഒരു പകുതി വണ്ടി ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ. കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് ഒഴിഞ്ഞ് കാണുന്നുണ്ട്, ആകെപ്പാടെ മൊത്തം വലിച്ചു വാരിയിട്ട അവസ്ഥയിലേനി കേട്ടോ. അപ്പം സാധാരണ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ പണി തീരുമെങ്കിലും ഇന്നിപ്പോൾ 1 മണി ആയപ്പോഴത്തേന് എൻ്റെ കുക്കിങ് മാത്രമേ തീർന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വക പണികളൊക്കെ എടുക്കുന്നത്. പിന്നെ രാവിലെ കുറച്ചധികം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിനി. കാരണം ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിനി. പിന്നെ മഴ വരുന്നുണ്ടായിരുന്നു, മഴ പെയ്താൽ പിന്നെ മൊത്തത്തിൽ നനയുമല്ലോ. അപ്പോൾ വേഗം അതൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം കേട്ടോ. പക്ഷേ എല്ലാ ഭാഗത്തും നമ്മൾ ക്യാമറയും കൊണ്ട് എത്തിപ്പെടാൻ കഴിയൂലല്ലോ. അത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് കുറേ സമയമായി എനിക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നല്ല കുട്ടീനെ കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒന്നും അലമ്പൊന്നും കാട്ടാതെ കുറേ അതും സാധനങ്ങൾ കൊണ്ട് കളിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെമ്മീനായ പാടന്നെ കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിശപ്പൊക്കെ മാറിയിരിക്കണ്. അപ്പോൾ ഇപ്പോൾ സംഗതി ഉറക്കം വരുന്നുണ്ട്, ഏകദേശം ഉറക്കിൻ്റെ ലെവലായിക്കണ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് തുടച്ചിട്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉറുമ്പ് വരുമല്ലോ, അപ്പോൾ വേഗം ഒന്ന് തുടച്ചിട്ടിട്ട് ഉറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉറക്കമൊക്കെ വന്നിട്ടില്ല ഇലക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നേരെ വൈകിയാണ് എണീച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് പിന്നെ ഒരു 2 മണിയൊക്കെ ആകുന്ന സമയത്തേ ഉറങ്ങുള്ളൂ കേട്ടോ. നേരത്തെയാണ് എണീച്ചെങ്കിൽ പിന്നെ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഉറക്കം വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ കുളിപ്പിച്ചിട്ട് ഉറക്കും. അപ്പോൾ ഉറക്കം വരുന്ന ആ സമയത്തേ ഞാൻ കുളിപ്പിച്ചാലുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം സെനിമോനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഉറക്കം വന്ന് അങ്ങ് എത്തിയിട്ടുണ്ടായിന് ഓന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓന് എപ്പോഴാണ് ഉറക്കം വരുന്നത് ആ സമയത്ത് ഞാൻ കുളിപ്പിച്ചല്ലേ ഉള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ആ 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുളിയൊക്കെ കഴിയുള്ളൂ. കാരണം നേരത്തെ ഓന് കുളിപ്പിച്ചിട്ടും കാര്യമില്ല, ഓൻ വീണ്ടും മണ്ണുക്കൊക്കെ ഇറങ്ങും. പക്ഷേ ഒരു ദിവസം ഒരു നേരത്തെ, പിറ്റത്തെ ദിവസം വേറൊരു നേരത്തായി എന്ന് വിചാരിച്ചിട്ട് ഓന് അങ്ങനെ ജലദോഷം കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകലുമില്ല കേട്ടോ. അപ്പോൾ ഓൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞടിച്ചു വാരലും തുടക്കലും ഒക്കെ നടക്കുന്നത്.
പിന്നെ എനിക്ക് 2 ദിവസം മുന്നേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടേനി കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ പറയലുണ്ടല്ലോ ഉച്ചക്ക് നല്ലൊരു ഉറക്കം പാസ്സാക്കി എന്നുള്ളത്. അത് എത്ര സമയം ഉറങ്ങും എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടേനി കേട്ടോ. ആളെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കറക്റ്റ് സമയത്ത് ആണോ ഓരോന്നും ജോലികൾ ചെയ്യണത്, അല്ലെങ്കിൽ ഒരു ഇത്ര ടൈം വെച്ചിട്ടാണോ കിടക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷേ എനിക്ക് അങ്ങനൊരു ടൈം മാനേജ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ടൈം മാനേജർ സെനിക്കുട്ടനാണ്. ഓന് അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ ഇന്നത്തെ ഇപ്പോൾ കാര്യം പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ എൻ്റെ 2 മണിക്കൂർ ആ ചെമ്മീൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ എൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കൈമ അങ്ങോട്ട് പോയി. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഇതാക്കി കൊണ്ടു നടക്കുമ്പോൾ പിന്നെ നമുക്കൊരു സമാധാനം കിട്ടില്ല. പിന്നെ വൈകുന്നേരത്ത് ഞാൻ പറഞ്ഞില്ലേ, മക്കൾ വന്ന് അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു 2 മണിക്കൂർ നമ്മൾ എടുത്താലെന്താ, ഇനിയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഓല സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കും സന്തോഷമാകുമല്ലോ, നമുക്കും ആ സമയം വെറുതെ ആയില്ല എന്നൊരു തോന്നലുണ്ടല്ലോ. പിന്നെ എനിക്ക് എല്ലാ ദിവസമൊന്നും റെസ്റ്റിംഗ് ടൈമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ പോലെ കാരണം ചില ദിവസങ്ങളിൽ 1 മണിയൊക്കെ ആകുമ്പോഴേക്കും പണി കഴിയും. ചിലപ്പോൾ ഞാനും സിനിമോനും ഒന്നിച്ചിട്ടാണ് കിടക്കുക ഫുഡൊക്കെ കഴിച്ചിട്ട്. ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അങ്ങോട്ട് അറിയാണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോകും കേട്ടോ. അതിനും വേണ്ടി ചില ദിവസങ്ങളിൽ ഉറങ്ങണം എന്ന് തോന്നും, പക്ഷേ സിനിമോനും ഉറങ്ങൂല. അതുകൊണ്ട് പിന്നെ ഓൻ എന്നെ ഉറങ്ങാനും സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെയുണ്ട്. ചില ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കണ്ടു കാണാൻ കിട്ടും. ചില ദിവസങ്ങളിൽ ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ ഞാൻ എഡിറ്റിങ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ഇരിക്കും കേട്ടോ. വീഡിയോ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിലാണ് എനിക്കധികം റെസ്റ്റിംഗ് ടൈമൊന്നും കിട്ടൂല കേട്ടോ. അങ്ങനെ അടിയും തോട്ടയും കുളിയും തേവാരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 3:30 ആയി. നഴ്സറി വിട്ട് കുട്ടികളൊക്കെ കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ 4:30ക്കാണല്ലോ മക്കൾ വരിക. അപ്പോൾ പിന്നെ ഞാൻ അതുവരെ ഒരിത്തിരി ടൈം വന്ന് ഒന്ന് അലാറൊക്കെ വെച്ചിട്ട് ഒന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. വീഡിയോ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു 12:30 1 മണിയാകുമ്പോഴേക്കും എല്ലാ പണികളും തീരും. പക്ഷേ വീഡിയോ ഷൂട്ടിംഗ് ഉള്ള സമയമാകുമ്പോൾ 2 മണി 2:30 ആ ഒരു സമയത്തൊക്കെ ആവും കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ആ ഒരു കറക്റ്റ് സമയത്ത് പണികൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബേജാറും ഒരു വത്തപ്പാടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. സമയം എത്ര എടുത്താലും തീരുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേയൊക്കെ എനിക്ക് തന്നെ മടുപ്പൊക്കെ തോന്നും. ആ ഒരു രീതിയിലൊക്കെ ആകും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ഞാൻ ഇഷ്ടത്തോടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതുകൊണ്ടാണല്ലോ എനിക്ക് സമയം കിട്ടാത്തതെന്നുള്ള ആ ഒരു ഇത് എനിക്കറിയണതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കുറേ സമയം വൈകിയാണ് പണി കഴിയണത്, കുറേ സമയം പണിക്കുണ്ട് എന്നുള്ള ആ ഒരു ഇതൊന്നും തോന്നലില്ല. അത് തോന്നാതിരിക്കാനുള്ള കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ തരുന്ന പോസിറ്റീവ് കമൻസും നിങ്ങൾ തരുന്ന എനർജിയും വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്താനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ ഉള്ളത്, അർച്ചനെ നബിനെ സ്വപ്നത്തിൽ കണ്ടു എന്നൊക്കെ ഉള്ളത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. പക്ഷേ എന്നൊക്കെ സ്വപ്നത്തിൽ കാണുക അറിയുമ്പോൾ മാഷാ അല്ലാ, നമ്മളെ വീഡിയോ അത്രയും ഇഷ്ടപ്പെട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എത്ര സമയം എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്താലും എനിക്ക് മടുപ്പൊന്നും തോന്നാത്തത് അങ്ങനെയുള്ള നല്ല നല്ല പോസിറ്റീവ് കമൻസൊക്കെ കാണുമ്പോഴാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല കമൻറ്റ് ചെയ്താൽ, പിന്നെ ഉള്ള ജെന്യുവനായിട്ടുള്ള കമൻറ്റ് എഴുതിയാൽ മതി, ഇന്നെ പുകയറ്റി പറയണം എന്നൊന്നുമില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.